ഇന്നത്തെ വീഡിയോയിൽ ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബട്ടർ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ആദ്യം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ml കപ്പാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 തവണ അരിച്ചെടുക്കാം. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്തിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബീറ്റർ ഓൺ ആക്കുക, അല്ലെങ്കിൽ ഈ പഞ്ചസാരയൊക്കെ തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ മുഴുവൻ പഞ്ചസാരയും ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് ക്രീം കളർ ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതേപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറും പഞ്ചസാരയും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ആദ്യം ഒരു മുട്ട ചേർത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്ത മുട്ടയും കൂടി ചേർക്കാം. അതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചേ ചേർത്തിട്ട് ഈ ബീറ്ററിൻ്റെ ലോ സ്പീഡിലിട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ടൈം തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാകാൻ വേണ്ടി വെക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണുള്ളത്. ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ടാപ്പ് ചെയ്ത് ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടയിച്ചു കൊടുക്കുക. ചൂട് മുഴുവനായിട്ട് മാറിയിട്ടില്ല. അതിന് മുമ്പെയാണ് ഇതേപോലെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ബ്രൗൺ കളർ ആകാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ അല്പം ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി ഇതേപോലെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്കായി കിട്ടും. ഇനി ഇത് ചൂട് നന്നായി മാറിയ ശേഷം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു വലിപ്പത്തിൽ 20 പീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.